നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെല്ലാം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഒറ്റയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എന്നോട് പറഞ്ഞിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നുള്ള എല്ലാ നേതാക്കന്മാരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് ഒരു അപ്രോപ്രിയേറ്റ് സമയം നോക്കി പറയാമെന്ന് കരുതിയാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയാനുള്ളത്, ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത്. ഞാൻ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 91 മുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം പരാജയപ്പെട്ടു. ബാക്കി 6 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണ എല്ലാ കാലത്തും എൻ്റെ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമല്ലാതിരുന്ന് തന്നെ ഞാനാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും വലിയ പങ്കാണ് വഹിച്ചത്. ഒരു സാധാരണക്കാരനായിരുന്ന എന്നെ 91-ൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. അന്ന് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് UDF-നെ സംബന്ധിച്ചും ഒരു ബാലികേറ മലയായിരുന്നു. CPM-ൻ്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റുകളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തുറ. അന്ന് AK ആന്റണി എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നെ അറിയിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒന്ന് പോയി നോക്ക്, വേറെ ഒന്നും ശരിയായില്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തൃപ്പൂണിത്തുറയിൽ പോയത്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ എല്ലാ നിലയിലും എനിക്ക് വലിയ പിന്തുണ നൽകി. ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴും MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോഴും വലിയ ആക്ഷേപമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. ഞാൻ ഇടക്കാലത്ത് 2016-ൽ പരാജയപ്പെട്ടെങ്കിലും 2021-ൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചു. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വാശിയോടുള്ള പ്രവർത്തനം നടത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഞാൻ 4 തവണ മത്സരിച്ചപ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം 91-ൽ വന്ന് മത്സരിക്കുമ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് 73% ഏരിയ ഇന്ന് തൃക്കാക്കരയിലും എറണാകുളം നിയോജകമണ്ഡലത്തിലുമാണ്. പഴയ പള്ളുരുത്തി ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ പ്രതിനിധീകരിച്ചിരുന്ന പള്ളുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം മേഖലയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ നിയോജകമണ്ഡലം 2011-ൽ വരുമ്പോഴും കോൺഗ്രസ്സിന് ഈ ജില്ലയിലെ ഏറ്റവും മോശം സീറ്റ് എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ എന്നാലും അവിടെയും മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. 16-ൽ കൈവിട്ട് പോയെങ്കിലും 21-ൽ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ സമയം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഈ കാലയളവിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ KSU കാലം മുതൽ പ്രവർത്തനത്തിലും
എറണാകുളം പ്രസ് ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നന്നായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അന്നത്തെ പത്രപ്രവർത്തകർ ഒരു പത്രത്തിലുള്ള ആളുകൾ ഇന്നില്ല. എല്ലാവരും തന്നെ മാറിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വളരെ കുറവാണ്. ഏതായാലും പ്രവർത്തനം എറണാകുളത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ പ്രസ് ക്ലബ്ബുമായി ബന്ധമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രസ് ക്ലബിനും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിച്ചു. വളരെ കാലം എറണാകുളം പ്രസ് ക്ലബ്ബ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കുറച്ച് സ്ഥലം പ്രസ് ക്ലബിന് ലഭിക്കുന്നതിന് വേണ്ടി അതിനും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഏതായാലും നിങ്ങളെല്ലാം ഈ സുദീർഘമായ എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നൽകിയ എല്ലാ സഹായത്തിനും പിന്തുണയ്ക്കും നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ കൈപിടിച്ചുയർത്തിയ തൃപ്പൂണിത്തുറയിലെ ജനാധിപത്യ വിശ്വാസികളോടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ പിന്തുണച്ചിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിച്ചെങ്കിലും പാർട്ടിക്കകത്ത് ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് എന്നെ വിളിച്ചപ്പോഴെല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ഒരു മാധ്യമക്കാരോട് മാത്രം പറയുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം എല്ലാവരും എനിക്ക് ഒരുപോലെ അടുപ്പമുള്ളവരും ബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി പറയണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങളുടെ സഹായങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം കണ്ടെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം UDFൻ്റെ പക്ഷത്ത് ഈ പ്രാവശ്യവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എന്തുമ്പോൾ തൊട്ടാലും നാശമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണമാറ്റം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ തിരിച്ചു മൂന്നാം LDF ഗവൺമെൻറ് എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ഒരു പ്രതിനിധി UDFൻ്റെ ഗവൺമെൻറ്റിനെ പിന്താങ്ങാൻ ഉണ്ടാകും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രേ പറയാനുള്ളൂ. അതിനകത്ത് എല്ലാ പാർട്ടിയിലും ഓരോ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായില്ലേ, VS അച്യുതാനന്ദനും പിണറായിയുടെ നേതൃത്വം തമ്മിൽ, ഔദ്യോഗിക നേതൃത്വം മുഖ്യമന്ത്രി തമ്മിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞ് എത്രയോ വലിയ ചേരിപ്പോരുകളുണ്ടായി. സീറ്റ് കൊടുത്തു മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദന് ജനങ്ങൾ തെരുവിലിറങ്ങിയല്ലേ സീറ്റ് കൊടുത്തത്. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കോൺഗ്രസ്സിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസ്സിനകത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞതാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ തൃപ്പൂണിത്തുറ സീറ്റിനെ കുറിച്ച് ഒരു തർക്കവും ഒരു കാലത്തും ഉണ്ടാകാറില്ലായിരുന്നു. കാരണം ആ സീറ്റ് ജയിക്കുന്നൊരു സീറ്റായിട്ട് ആരും കണക്കാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിലല്ലേ ഒരു അട്രാക്ഷൻ ഉണ്ടാകണ്ടേ. അപ്പോൾ തൃപ്പൂണിത്തുറ സീറ്റ് ഒരു റിസ്കി സീറ്റായതുകൊണ്ട് ആരും ആവശ്യപ്പെടാറില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പല പേരുകളൊക്കെ വന്നിരുന്നു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഉമ്മൻചാണ്ടി എടുത്ത അതിശക്തമായൊരു നിലപാടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുന്നതിൽ സാധിച്ചത്. ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാടെടുത്തിരുന്നു. ചില എതിർപ്പുകളുണ്ടായിരുന്നു. ഏതൊക്കെ കോണുകളിൽ നിന്ന് എന്തൊക്കെയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു മുൻകാലങ്ങളിൽ തൃപ്പൂണിത്തുറയ്ക്ക് ഇല്ലാത്തൊരു അട്രാക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം, അതിനൊരു കാരണം കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിറ്റിംഗ് MLA അല്ലല്ലോ. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഞാൻ മുൻ MLA അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിറ്റിംഗ് MLA അല്ലായിരുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാമല്ലോ. അല്ല, മത്സരിക്കാനുള്ള പ്രധാന കാരണം വിജയസാധ്യതയുടെ കുറവല്ല.
തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ UDF വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലും എനിക്കങ്ങനെ വിജയസാധ്യതയെക്കുറിച്ചൊരു സംശയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളിൽ അത്രയേറെ വിശ്വാസമാണ്. അവർക്ക് എന്നിലും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ ധാരാളം പുതുമുഖങ്ങളും വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം പിന്നെ കടിച്ചു തൂങ്ങണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടായി.